ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റഫ്ഡ് ഡോണറ്റ്സ് അല്ലെങ്കിൽ ബൊംബൊലനി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് കുറച്ച് ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമെന്ന്. അതുകൊണ്ടാണ് ഫസ്റ്റ് വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം. 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറിലേക്ക് കുറച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് ഫില്ലിങ് ഇതിൽ കൊടുക്കാൻ പറ്റും. ന്യൂട്ടെല്ല, പിസ്താഷ്യോ, ചോക്ലേറ്റ് ഗനാഷ്, അങ്ങനെ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് കസ്റ്റാർഡ് ഫില്ലിംഗ് ആണ്. അപ്പം ഇനി അതിലേക്ക് വേണ്ടത് 2 കപ്പ് പാൽ ചൂടാക്കുക. അതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുക. ശേഷം അത് കുറച്ചൊന്ന് തിളച്ച് വരുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കസ്റ്റാർഡ് മിക്സ് ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ സമയത്ത് ഇത് കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. ഇനി നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ, 3 ടേബിൾ സ്പൂൺ ഷുഗർ, 1 ടീസ്പൂൺ ഈസ്റ്റും ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ കുറച്ച് സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അത് വീഡിയോ എടുക്കാൻ വിട്ടതാണ്. ഇനി അടുത്തത് വേറൊരു ബൗളിലേക്ക് 2 എഗ്ഗും 1/4 കപ്പ് പാലും ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ മിക്സ്ചർ എടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മിക്സ് ഇല്ലേ, ആ മൈദൻ്റെ മിക്സിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് നീഡ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് നീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലത്തെ മിക്സി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നീഡ് ചെയ്യുക. അല്ലെങ്കിൽ സ്റ്റാൻഡ് മിക്സർ ആണെന്നുണ്ടെങ്കിൽ അതിലും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും, കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടും ചെയ്യാൻ പറ്റും. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലേറ്റസ്റ്റ് റീല് കണ്ടവർക്കൊക്കെ അറിയുന്നുണ്ടാവും. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആ റീലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുന്നവർക്ക് ഈ റെസിപ്പി അയച്ചു തരുമെന്ന്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ വരാൻ കുറച്ച് ലേറ്റ് ആയത്. ഐ എം റിയലി സോറി. അപ്പോൾ നമുക്ക് ഇത് നീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 3 ടേബിൾ സ്പൂൺ ബട്ടറും വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇത് റെഡി ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ചെറിയൊരു പീസ് എടുത്തിട്ട് അത് 2 കൈയും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോമിലാണെന്നുണ്ടെങ്കിൽ അത് സെറ്റാണ്. ശേഷം 40 to 45 ഗ്രാംസ് ഉള്ള ബോൾസ് ആക്കിയിട്ട് ഒരു പ്ലേറ്റിൽ മൈദ ഡസ്റ്റ് ചെയ്തിട്ട് അതിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഫ്ലോർ ഡസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പ്ലേറ്റുമായിട്ട് ഒട്ടി പിടിക്കും. പിന്നെ നമ്മളതിൽ ഫ്രൈ ചെയ്യാൻ നോക്കുന്ന സമയത്ത് പൊങ്ങി വന്നതൊക്കെ പോവും. പിന്നെ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് കിട്ടില്ല നമുക്ക്. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഡോ എടുക്കുന്ന സമയത്ത് 9 to 10 ബോൾസ് വരെ യൂഷ്വലി കിട്ടാറുണ്ട്. ഇത് 1 hour റെസ്റ്റ് ചെയ്ത ശേഷം ഇതിൻ്റെ സൈസ് ഡബിൾ ആവുന്ന സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഓരോന്നായിട്ട്, അല്ലെങ്കിൽ വലിയ പാനാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 എണ്ണമൊക്കെ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ബൊംബൊലോണി റെഡിയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഒരു റിങ് കാണുന്നില്ലേ, വൈറ്റ് കളറ്, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ബൊംബൊലോണി പെർഫെക്റ്റ് ആണ്. ഇനി ഒരു നൈഫോ സ്പാച്ചുലോ എന്തെങ്കിലും എടുത്തിട്ട് ബൊംബൊലോണിക്ക് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കസ്റ്റാർഡിൻ്റെ ആ മിക്സ് എടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബൊംബൊലോണി റെഡി. ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റിൻ്റെ ഫില്ലിങ്ങും ചെയ്തെടുത്തിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നേരത്തെ ഉണ്ടാക്കി വെച്ച് കസ്റ്റാർഡിൻ്റെ മിക്സിലേക്ക് മെൽറ്റഡ് ചോക്ലേറ്റ് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഫില്ലിങ്ങും റെഡിയാണ്. ഇനി എല്ലാത്തിലും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ബൊംബൊലോണി എങ്ങനെ ഉണ്ടെന്ന് കഴിച്ച് നോക്കാം. പിന്നെ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഈസിയാണ്. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താണ്, കമൻറ്റും ചെയ്യുക. എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ കഴിച്ച് നോക്കി, അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ബൈ, താങ്ക് യു.